ആനിമയാണ് മൂവീസിനേക്കാളും ബെറ്റർ. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ 2025 എല്ലാ രീതിയിലും നോക്കിയാണ് ആനിമയാണ് മൂവീസിനേക്കാളും ബെറ്റർ. ഇനിയിപ്പം ഞാനിങ്ങനെ പറഞ്ഞൂന്നും പറഞ്ഞ് ഇപ്പം തന്നെ ബാക്കി വീഡിയോ കാണുന്നതിന് മുമ്പ് കമന്റ് സെക്ഷനിൽ പോയിട്ട് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കിനെയും വിളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഹിയർ മീ ഔട്ട്. ഞാൻ കുറച്ചൊരു 2, 3 പോയിന്റുകൾ പറയാം. നിങ്ങളത് കേട്ട് നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആനിമയ്ക്ക് എന്തേലും ഞാൻ പറയുന്നതിൽ എന്തേലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ ആനിമയ്ക്ക് എന്തേലും വാല്യൂ ഉണ്ടോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാനിങ്ങനെ ആനിമയാണ് ബെറ്റർ എന്ന് പറഞ്ഞെന്നോർത്ത് ഞാൻ പറയുന്നത് മൂവീസും സീരീസും മൊത്തം കൊള്ളില്ല എന്നല്ല. പക്ഷേ ആസ് എ ഹോൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും മൂവീസിൻ്റെ, സീരീസിൻ്റെ ലെവലുകളൊക്കെ പണ്ടത്തെക്കാളും ഭയങ്കരമായിട്ട് താഴെ പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ നല്ല അടിപൊളി സിനിമകൾ കണ്ടിരുന്നു. 'പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്', നമ്മുടെ 'ടെർമിനേറ്റർ', 'മാട്രിക്സ്' അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാ. മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാലും പഴയ ഇഷ്ടംപോലെ നമ്മുടെ 'നാട്ടുരാജാവ്', 'ബിഗ് ബി' ഒക്കെ ഇംഗ്ലീഷിൽ നിന്ന് വന്നതാണ്. എന്നാലും സിനിമയാണത്. അതൊക്കെ നല്ല അടിപൊളി സിനിമകളായിരുന്നു. ഹിന്ദിയില് 'താരെ സമീൻ പർ', നമ്മുടെ എം, തമിഴില് നമ്മുടെ ആ മറ്റേ സിനിമയുണ്ടല്ലോ നമ്മുടെ സൂര്യയുടെ ആ പട്ടാളക്കാരൻ അപ്പനും മോനും അഭിനയിക്കുന്ന സിനിമയുണ്ടല്ലോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സിനിമ 'ഗജനി' ഇതൊക്കെ നല്ല അടിപൊളി സിനിമകളാ. അതൊക്കെ വളരെ വേർത്തൊരു സിനിമകളാ. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. സിനിമയാണേലും സീരീസുകളാണേലും പുതിയ സീരീസുകൾ കണ്ടു കഴിഞ്ഞാൽ എന്തിനാ ഇറക്കണേന്ന് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലത് നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ പണ്ടത്തെ 'ഫ്രണ്ട്സ്' അല്ലെങ്കിൽ 'ടു ആൻഡ് ഹാഫ് മെൻ', 'സെവൻറ്റീസ് ഷോ' ഇങ്ങനത്തെയൊക്കെ അത്രയൊരു നല്ല ലെവലിലുള്ള സീരീസുകളൊന്നും ഇപ്പോൾ ഇറക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ഇതിനൊരു എക്സെപ്ഷൻ വരുന്നത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയാണ്. മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മുടെ ലേറ്റസ്റ്റ് ഇറക്കിയ നമ്മുടെ 'കേരള ക്രൈം ഫയൽസ്' അല്ലെങ്കിൽ നമ്മുടെ പുതിയ 'ലോക സിനിമ', നമ്മുടെ 'ലൂസിഫർ' അങ്ങനെ എന്നാ 'തമ്പോയ് കേസ് കൊടുക്കാൻ' അതൊക്കെ നല്ല അടിപൊളി സിനിമകളാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളായിരുന്നു. പക്ഷേ ഇതൊരു എക്സെപ്ഷനാണ്. മലയാളം ഇൻഡസ്ട്രി മാത്രമാണ് ഇപ്പോൾ എന്തേലും നല്ല സിനിമകൾ, സീരീസ് ഇറക്കുന്നുള്ളൂ. അതേ സമയത്ത് നമ്മൾ ആനിമ എടുത്തു കഴിഞ്ഞാൽ ആനിമ പണ്ടും നല്ലതായിരുന്നു. പക്ഷേ അതിൻ്റെ ലെവല് താഴത്തേക്ക് പോകുന്നതിന് പകരം മുകളിലേക്ക് മുകളിലേക്ക് കേറി കേറി വന്നിട്ടുള്ളൂ. അതിന് നല്ല എക്സാമ്പിളാണ് ഇപ്പോൾ തന്നെ എത്ര സിനിമകൾ നമ്മുടെ ആനിമകൾ സിനിമകൾ വരുന്നുണ്ട്. ലോകത്ത് തന്നെ ഇഷ്ടംപോലെ വലിയ വലിയ ആക്ടേഴ്സ് നമ്മുടെ സ്പോർട്സ് ഫാൻസ് അല്ല ആത്ലീറ്റ്സ് പലരും ആനിമ വെച്ച് മോട്ടിവേറ്റ് ആയിട്ട് ആനിമ കാര്യങ്ങൾ നമ്മുടെ റേസിനൊക്കെ മുമ്പ് കാണിക്കുന്നത് ഇഷ്ടംപോലെ വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒളിമ്പിക്സിൻ്റെ അകത്ത് കാണിക്കുന്നു, ഫുട്ബോൾ ഫാൻസ് കാണിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ പുതിയ സിനിമകൾ, സീരീസ് നമ്മുടെ ലോകയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ലോകയുടെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആനിമെ ഇൻസ്പയർഡ് കുറേ എലമെന്റ്സ് അതിൻ്റെ അകത്തുണ്ട്. ആനിമെ ഇൻസ്പയർഡ് പല സംഭവങ്ങളും അതിൻ്റെ അകത്ത് പുള്ളി ആഡ് ചെയ്തെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ നല്ല അടിപൊളി റിയൽ ലൈഫ് എക്സാമ്പിൾ ജപ്പാൻ്റെ അകത്തെ നമ്മുടെ ആനിമയുടെ കിങ്, ഗോട്ട്, ഡ്രാഗൺ ബോൾസിയുടെ ഒരു സ്റ്റോറിയാ. അതിൻ്റെ അകത്ത് നമ്മുടെ ഡ്രാഗൺ ബോൾസ് 96 തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അക്കിര ടോറിയാമ പുള്ളിയാണത് എഴുതിക്കൊണ്ടിരുന്ന പുള്ളി. പുള്ളി അത് നിർത്തുമെന്ന് പറഞ്ഞപ്പോൾ ജാപ്പനീസ് ഗവൺമെൻറ് പേടിച്ചിട്ട് പുള്ളിയോട് പോയി പറഞ്ഞു നിർത്തരുത്. കാരണം അവർ നോക്കി അവരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഇൻഡസ്ട്രി കുറേ വലിയ കമ്പനികൾ പല സ്ഥലങ്ങളിൽ അവൻ നമ്മുടെ ഡ്രാഗൺ ബോൾസിനെ ബേസ് ചെയ്ത് നിന്നുകൊണ്ടിരുന്നത്. ജീവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ്. അവർ പറഞ്ഞത് ഡ്രാഗൺ ബോൾസിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജപ്പാൻ്റെ ഇക്കോണമി ഫുൾ ഇക്കോണമി നശിച്ചു എന്ന് പറഞ്ഞ്. ഏതേലും ഒരു സിനിമയോ സീരീസോ ഒരു കൺട്രിയുടെ ഫുൾ ഇക്കോണമീനെ താങ്ങി നിർത്തുന്നത് നിങ്ങൾ ഏതേലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയാൻ പാടില്ല. അതുപോലെ തന്നെ ഡ്രാഗൺ ബോൾസ് ഇപ്പോഴും ഒരിക്കലും ഇപ്പോൾ ഡ്രാഗൺ ബോൾസിക്ക് അവർ നാഷണൽ എന്തോ വലിയ അംഗീകാരം കൊടുക്കാൻ പോയിട്ട് നാഷണൽ ഡേ ഗോക്കുവിന് നമ്മുടെ ക്യാരക്ടറിന് വേണ്ടി ഒരു ഡേ തന്നെ കൊടുക്കാൻ പോകുന്ന പറഞ്ഞ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആനിമ എന്ന് പറയുന്ന സംഭവം. അതുപോലെ തന്നെ വേറെ നല്ല എക്സാമ്പിളാണ് നമ്മുടെ റീസെൻ്റ്ലി നമ്മുടെ ഇന്തോനേഷ്യയിലും നമ്മുടെ നേപ്പാളിലൊക്കെ ആൾക്കാർ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കറപ്ഷനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വൺ പീസ് സ്ട്രോ ഹാറ്റ്സിൻ്റെ ആ സിമ്പിളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം വൺ പീസിൻ്റെ അകത്ത് സ്ട്രോ ഹാറ്റ് ബേസിക്കലി ആ ഫ്ലാഗ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫ്രീഡമാണ്. നമ്മൾ ഒപ്രഷനും കറപ്ഷനും എതിരെ ഫൈറ്റ് ചെയ്യുന്ന ഫ്രീഡമാണ് ശരിക്കും അതിൻ്റെ ഒരു സ്റ്റോറി. ആനിമയുടെ മെയിൻ മെസ്സേജ് എന്ന് പറയുന്നത് തന്നെയാണ്. ഇതുപോലെ ശരിക്കും ഒരു മൂവിയും ഒരു സീരീസും ഇത്ര വലിയ ഒരു മറ്റേ റെവല്യൂഷനൊക്കെ ഉണ്ടാക്കിയതായിട്ട് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ എനിക്ക് പേഴ്സണലി അറിയാൻ പാടില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ ശരിക്കും ആഗ്രഹമുണ്ട്. ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു താ. ഞാൻ അത് അതിനെപ്പറ്റി അറിയാനൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുള്ള മനുഷ്യനാ. ഇനിയിപ്പോൾ ഇതല്ലാതെ കുറച്ചുകൂടെയും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്താൽ മതി. മൂവീസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ ലിമിറ്റേഷൻ ഉണ്ട്, ടെക്നോളജിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൂൾവറിൻ തന്നെ എടുത്താൽ മതി. നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ വൂൾവറിൻ വിഷയ ആക്ടറാ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ പുള്ളിക്ക് പ്രായമായതുകൊണ്ട് പുള്ളീനെ മാറ്റേണ്ടി വന്നു. അതൊരു ഫിസിക്കൽ ലിമിറ്റേഷനാണ്. ഏജ് ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ലിമിറ്റേഷൻ ഉണ്ട്. ആൾക്കാർക്ക് ഫിസിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ആനിമയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വരച്ചൊപ്പിക്കാം. ആനിമേറ്ററിൻ്റെ ഇമാജിനേഷനാണ് അല്ലെങ്കിൽ നമ്മുടെ വരയ്ക്കുന്ന ആളുടെ ഇമാജിനേഷനാണ് അതിൻ്റെ ലിമിറ്റ്. അത് നമുക്ക് റിയൽ ലൈഫിൽ മൂവീസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ഏജ് ആകുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ആൾക്കാരെ റോള് മാറ്റേണ്ടി വരും.
ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ബഡ്ജറ്റ് ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് മൂവിക്ക്. ഇനിയിപ്പോൾ ഒരു മൂവി ഇതെല്ലാം ഓവർകം ചെയ്ത് ഇങ്ങനത്തെ ലിമിറ്റേഷനൊക്കെ ഓവർകം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തന്നെ പുതിയ സാധനങ്ങൾ വരും. നമ്മുടെ വോക്കിസം, സെൻസർ ബോർഡ്, ഗവൺമെൻറ് അങ്ങനെ ഏതേലുമൊക്കെ ആൾക്കാർ അതിന് മുട വെച്ചുകൊണ്ട് വരും. അതിന് നല്ല എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ അയൺ ഹാർട്ട് സീരീസ് അതിന് നല്ല ക്ലിയർ എക്സാമ്പിൾ അത്. അല്ലെന്ന് പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ പോയ അയൺമാനെ എടുത്ത് കുളം തോണ്ടി ഒരു തീട്ടമാക്കി വെച്ചിട്ടുണ്ട് അയൺ ഹാർട്ട്. അല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് സത്യം. അത് ഒരു സംഭവം. അതുപോലെ തന്നെ വോക്കിസം ഇഷ്ടംപോലെ വന്ന് മാർവെല് മുടിച്ചത് വോക്കിസമെന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് ആൾക്കാരോട് ഇങ്ങനെ വോക്കിസത്തിനോട് എതിർപ്പൊന്നുമില്ല. ഫീമെയിൽ കേറി വരണം അല്ലെങ്കിൽ ഇന്ന റേസ് കേറി വരണം അങ്ങനെ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ അതൊരു നല്ലൊരു സാധനത്തിനെ നശിപ്പിക്കാനല്ല അത് ഉപയോഗിക്കേണ്ടത്. പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി അതിനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളൊരു സംഭവം. ഇത് ഞാനിപ്പോൾ പൊളിറ്റിക്കലി പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറേ പറയേണ്ടി വരും. അതിപ്പോൾ തൽക്കാലം അത് വിട്. നമുക്ക് ബാക്കി ആനിമേനെ പറ്റി സംസാരിക്കാം. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ മൂവീസ് എടുക്കണം. നമുക്ക് പഴയ മൂവീസ് തന്നെ എടുക്കാം. ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഇട്ടേക്കുന്ന മൂവികളിൽ ഒരെണ്ണമാണ് അവതാറും ടൈറ്റാനിക്കൊക്കെ. ശരിക്കും അവതാരം രക്ഷപ്പെടാൻ കാരണം അതിൻ്റെ സ്റ്റോറി എന്ത് തീട്ടൻ സ്റ്റോറിയാ. ഒരു പുള്ളി വേറൊരു പ്ലാനറ്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഒരു കുരങ്ങിനെ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് പുള്ളി ബാക്കി ഹ്യൂമൻസിനെ ബിട്രേ ചെയ്ത് അവരുടെ കൂടെ പോയി. നല്ല സ്റ്റോറി. ഞാൻ പറയുകയാണെങ്കിൽ അവതാർ രക്ഷപ്പെടാൻ കാരണം അതിൻ്റെ ആ 3D ടെക്നോളജി ഇറക്കിക്കൊണ്ടാണ് അത്രയും വലിയ ഒരു കളക്ഷനൊക്കെ കിട്ടിയത്. അല്ലെങ്കിൽ അത് വളരെ തീട്ട സ്റ്റോറിയെന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ്. എല്ലാവരും അതിനോട് യോജിക്കണമെന്നില്ല. എൻ്റെ ഒപ്പീനിയനാണ്. അതുപോലെ തന്നെയാണ് ടൈറ്റാനിക്കും. ഇത്രയും ഒരു വൃത്തികെട്ട സ്റ്റോറി എനിക്കറിയാൻ പാടില്ല. എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അതെന്തിനാണ് പുള്ളിക്കാരത്തി നല്ലൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നെ പുള്ളിക്കാരനെ ചവിട്ടിക്കളഞ്ഞിട്ട് വേറൊരു പുള്ളിനെ കണ്ടപ്പോൾ അവര് ആദ്യമായിട്ട് ഷിപ്പ് വെച്ച് കണ്ടവൻ്റെ കൂടെ കളിക്കാൻ പോയി. അവനെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവനെയും മുക്കിക്കൊന്നു. എന്നിട്ട് ആ 2 പേരെയും ഉപേക്ഷിച്ചിട്ട് വേറൊരാളെയും കെട്ടി. എന്നിട്ടും അന്ന് വെടിവെച്ചതിൻ്റെ കഥ ഓർത്തിരുന്ന് പുള്ളിക്കാരത്തി സന്തോഷിച്ച് പുള്ളീനെ ഓർത്തിരിക്കുവായിരുന്നു. പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടും. നല്ല അടിപൊളി സ്റ്റോറി. നല്ല മെസ്സേജ് തരുന്ന നല്ല കിഡ് സ്റ്റോറി. അതെന്തേലും ആട്ടെ പോട്ടെ. അത് ഉപേക്ഷിക്കാം. അത് പറയണില്ല ഞാൻ. അതെന്തേലും ആട്ടെ. അതേ സമയത്ത് ആനിമയുടെ സ്റ്റോറി എടുത്ത് കഴിഞ്ഞാൽ ആനിമയ്ക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല. നമുക്ക് ഒരു സിനിമ രക്ഷപ്പെടാൻ ഇപ്പോൾ നല്ലൊരു അഭിനയിക്കുന്നയാൾ ഇപ്പോൾ ക്യാരക്ടർ അല്ല അഭിനയിക്കുന്ന ആക്ടർ നല്ലതാണെങ്കിൽ ചിലപ്പോൾ സിനിമ രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഇപ്പോൾ 3D ടെക്നോളജി അല്ലെങ്കിൽ ഫോർമുല 1 നമ്മുടെ F1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടെക്നോളജി അല്ലെങ്കിൽ ആ വിഷ്വൽ എഫക്റ്റ് ഇതൊക്കെ കാരണം സിനിമാസ് രക്ഷപ്പെടാം. പക്ഷേ ആനിമ രക്ഷപ്പെടണമെങ്കിൽ നല്ല സ്റ്റോറിയിൽ അത് ഒരിക്കലും ഒരു ആനിമ രക്ഷപ്പെടില്ല. അതുകൊണ്ട് തന്നെ കുറേ ആനിമ ആൾക്കാർ ഇപ്പോൾ എഴുതി വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തും നല്ല സ്റ്റോറീസിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് സ്റ്റോറികൾ മാത്രമേ ശരിക്കും മാങ്കേന്ന് വന്നിട്ട് മാങ്കയാണ് അവരുടെ ബേസിക് പ്ലോട്ട്. നമ്മുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പോലെയാണ് മാങ്ക എന്ന് പറയുന്ന സാധനം. അത് ആനിമ ആക്കണമെങ്കിൽ അത്രയ്ക്ക് നല്ല സ്റ്റോറി ആയിരിക്കണം അതിൻ്റെ അകത്ത്. അങ്ങനെ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റോറി നമ്മൾ ഏറ്റവും വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ആനിമേസിൻ്റെ സ്റ്റോറിയാണ് ബെറ്റർ. കാരണം സ്റ്റോറി വെച്ച് മാത്രമേ അത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാരണം കൊണ്ട് നല്ല സ്റ്റോറി എഴുതിയേ പറ്റുള്ളൂ അവർക്ക്. ഞാനിപ്പോൾ പറയുന്ന ഈ സ്റ്റോറി എന്ന് പറയാൻ നമ്മൾ പൊതുവെ ആൾക്കാർ മെയിൻ സ്ട്രീമിൽ കാണുന്ന നമ്മുടെ ജുജുത്സു കൈസനും ഡീമൺ സ്ലെയറൊക്കെ ഇല്ലേ അതൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ആനിമേഷൻ വഴി രക്ഷപ്പെടാൻ കുറച്ച് ചാൻസ് ഉള്ള ആനിമേസാണ് നമ്മുടെ ഡീമൺ സ്ലെയർ. കാരണം അത് വിഷ്വലി നല്ല പ്ലീസിങ്ങാണ്. അത് പണ്ടത്ര ആനിമേഷൻ അത്ര സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റോറിക്കാണ് പ്രധാനം. ഇപ്പോൾ കുറച്ചുകൂടി വിഷ്വൽസിനൊക്കെ വരുന്നുണ്ട്. എന്നാലും ജുജുത്സു കൈസനും നമ്മുടെ ഡീമൺ സ്ലെയറിനൊക്കെ നല്ല സ്റ്റോറി അതിൻ്റെ അകത്ത് ഇമോഷൻസൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഒരു കാർട്ടൂൺ വെച്ച് നമ്മുടെ ഒരു ആക്ടറുടെ അഭിനയത്തിൻ്റെ കഴിവൊന്നുമല്ല. ഒരു കാർട്ടൂണിൽ വരച്ചത് വെച്ച് നമ്മുടെ ആൾക്കാരുടെ ഉള്ളിൽ ഇമോഷൻസ് വരുത്തണമെങ്കിൽ എന്ത് സെറ്റപ്പായിരിക്കണം അതിൻ്റെ സ്റ്റോറി. അതാണ് ആനിമയുടെയൊക്കെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സംഭവം അതൊക്കെ തന്നെയാണ്. നിങ്ങളിപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്മുടെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള അറ്റാക്ക് ഓൺ ടൈറ്റനോ, വൺ പീസോ, നറൂട്ടോ ഒക്കെ അല്ലാതെ അതിലും നല്ല മീനിങ്ഫുള്ളും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറീസുള്ള നമ്മുടെ ക്ലാൻഡ്, ഇവാഞ്ചലിയോൺ പിന്നെ മൂവീസുണ്ട്, സൈലന്റ് വോയിസ് അങ്ങനെ അടിപൊളി മൂവീസും ആനിമേസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനുഷ്യൻ്റെ ഉള്ളിൽ കുറച്ചേലും നന്മയുണ്ടെങ്കിൽ കണ്ണ് നിറയുന്ന രീതിയിലുള്ള സ്റ്റോറീസുള്ള ഇഷ്ടംപോലെ ആനിമേസ് ഉണ്ട്. അതിപ്പോൾ ഏത് ആനിമേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ഇടാം. പക്ഷേ ഇങ്ങനെ സംഭവങ്ങളുണ്ടെന്ന് അറിഞ്ഞോളൂ. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹൊറർ എടുത്തു കഴിഞ്ഞു. ഹൊറർ എടുത്തു കഴിഞ്ഞാൽ നമ്മള് ശരിക്കും ഈ നമ്മുടെ മൂവീസ് ചെയ്യുന്ന ഹൊറർ എന്ന് പറയുന്നത് ജംപ് സ്കെയർസാ. ഇപ്പോൾ ഇന്നാള് റീസെൻ്റ്ലി ഞാൻ കോഞ്ചറിങ് ഏറ്റവും ലാസ്റ്റ് സാധനം കാണാൻ പോയി. എന്താണെന്നടാ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്? ഒരു കാര്യവുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രേതം ചാടി വരുമ്പോൾ ആൾക്കാർക്ക് ആ ഞെട്ടണേൻ്റെ ഒരു പേടിയെന്നല്ലാതെ അതിൻ്റെ സ്റ്റോറി നമുക്ക് ശരിക്കും എനിക്കത്ര വലിയ പേടിക്കുന്ന സ്റ്റോറിയായിട്ട് തോന്നിയില്ല. അതിലും നല്ല മൈൻഡ് ഫക്ക് മനുഷ്യൻ്റെ മനസ്സ് മരവിപ്പിച്ച് കളയുന്ന സ്റ്റോറീസുള്ള ഡാർക്ക് സാധനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ബെർസെർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് ഇപ്പോഴും ഓർക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അതിൻ്റെ സ്റ്റോറിയൊക്കെ.
അത്രയ്ക്കും മൈൻഡ് ഫക്കിങ് സ്റ്റോറീസുള്ള ആനിമേസ് ഉണ്ട്. അങ്ങനത്തെ സാധനം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും അങ്ങനത്തെ സംഭവങ്ങൾ ആനിമെ ലോകത്തുണ്ട്. ശരിയാണ്, ജമ്പ് സ്കെയർസ് നമുക്ക് അനിമല് ചെയ്യാൻ പറ്റില്ല. കാരണം കാർട്ടൂണിനകത്തൊരു പ്രേതം ചാടി വന്നു കഴിഞ്ഞാൽ ആരും ഞെട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അത് വല്ല കുഞ്ഞു കൊച്ചായിരിക്കണം. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ആക്ഷൻ നോക്കുവാണെങ്കിൽ ആക്ഷൻ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്ഷൻ വരുന്ന മൂവീസ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറോ മൂവീസാ. സൂപ്പർ ഹീറോ മൂവീസ് ബേസിക്കലി നമ്മളെല്ലാവരും കണ്ടു വന്നേക്കുന്നത് നമ്മുടെ അയൺമാൻ, മാർവലും DC യൂണിവേഴ്സൊക്കെ പറയുന്നത് ശരിക്കും ഇംഗ്ലീഷുകാരുടെ, വെള്ളക്കാരുടെ ആനിമയുടെ ഒരു സെക്ഷനാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഹീറോ മൂവീസ്. ഈ സൂപ്പർ ഹീറോ മൂവീസും തുടങ്ങിയതും അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ട് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആനിമയാണ്. ഓൾഡ് സ്റ്റൈൽ ഓഫ് ആനിമയുണ്ട്. നമ്മുടെ പസഫിക് റിമിലെ യേഗറൊക്കെ ഉണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗണ്ടം എന്നും പറഞ്ഞൊരു ആനിമയ്ക്കകത്ത് വന്നൊരു സംഭവമാണ്. ഈ വലിയ മെക്ക് റോബോട്ട് ശരിക്കും ഗണ്ടമാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ഹീറോ സൂട്ടുകൾ ഇങ്ങനെ പറന്ന് കിടന്ന് ഇടിയുണ്ടാക്കുന്നു, സൂപ്പർ പവേഴ്സ്, ഇതൊക്കെ ശരിക്കും ആനിമയിൽ നിന്നാണ് ഇൻസ്പയർഡ് ആയിട്ട് വന്നേക്കുന്നത്. ആനിമെ അതും വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ആനിമെ ശരിക്കും പിന്നെ മിത്തോളജി, നമ്മുടെ പഴയ ദൈവങ്ങളുടെ സ്റ്റോറി, അതിൻ്റെ അകത്തൊക്കെ മിത്തോളജിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി, നമ്മുടെ ദൈവങ്ങളുണ്ടല്ലോ, നമ്മുടെ ഹനുമാൻ, അവരിന്നൊക്കെ ഹനുമാൻ്റെയൊക്കെ ഇൻസ്പിറേഷൻ ഇപ്പോഴും നമ്മുടെ വൺ പീസിൻ്റെ അകത്ത് ഒത്തിരി രീതിയിലുണ്ട്. വൺ പീസല്ല, കുറേ ആനിമയിലുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹിസ്റ്ററി ഒത്തിരി പറയേണ്ടി വരും. അതും ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോ ഇട്ട് ചെയ്യാം. അത് ഒരു സംഭവം. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇപ്പോൾ എന്താ നോക്കുന്നത്? സ്റ്റോറിയാണോ നോക്കുന്നത്? ഇമോഷൻസ് ആണോ നോക്കുന്നത്? ആക്ഷൻസ് ആണോ നോക്കുന്നത്? കാരണം ഇപ്പോഴത്തെ ആനിമേഷൻ ലെവലിലൊക്കെ ആക്ഷൻസ് സിനിമേനെ വെട്ടുന്നത്. നിങ്ങൾ ആ ഡീമൺ സ്ലെയറിൻ്റെ ആക്ഷൻസ് കണ്ടു നോക്കുക. ആക്ഷൻ സീക്വൻസ് കണ്ടു നോക്കുക. അടിപൊളിയാണ് കണ്ടിരിക്കാൻ. അത്രയ്ക്കും വിഷ്വലി പ്ലീസിങ് ആക്ഷൻസ് ഒക്കെ അതിൻ്റെ അകത്തുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷനാണോ, ഇമോഷനാണോ, കോമഡിയാണോ? കോമഡിയൊക്കെ നല്ല അടിപൊളി കോമഡികൾ നമ്മുടെ ഗ്രാൻഡ് ബ്ലൂ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയം സാധനങ്ങൾ ഗിൻഡാമയൊക്കെയാണ് നമ്മുടെ ഗിൻഡാമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഫാമിലി ഗൈയുടെ ഒറിജിനൽ വേർഷനാണ്. ആക്ച്വലി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഗിൻഡാമയാണ്. അതൊരു വെറൈറ്റി സാധനമാണ്. ഇപ്പോൾ കോമഡി, ഇമോഷൻസ്, ആക്ഷൻസ്, സ്റ്റോറി, ഡാർക്ക്നെസ്, ഗോറ്, എല്ലാം ആനിമയാണ് മൂവീസിനേക്കാളും നല്ല രീതിയിൽ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഇത്രയും സംഭവങ്ങളുണ്ടായിട്ട് ആനിമയ്ക്ക് ഇങ്ങനെ ഒരു ചൈൽഡിഷ് അല്ലെങ്കിൽ ഒരു മോശം ഇമേജ് വരാൻ കാരണം ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശതമാനം സൊസൈറ്റി ഉണ്ട് അതിനൊരു കാരണം. കാരണം പണ്ട് തൊട്ടേ നമ്മൾ ആൾക്കാരെല്ലാവരും ഇങ്ങനെ നോർമലൈസ് ചെയ്ത് വെച്ചേക്കുക. ആനിമ എന്ന് പറയുന്നത്, കാർട്ടൂൺ എന്ന് പറയുന്നത് പിള്ളേർക്കുള്ള സാധനമാണെന്ന് ഇങ്ങനെ നോർമലൈസ് ചെയ്ത് പറഞ്ഞ് പറഞ്ഞ് കേട്ട് കേട്ട് അതങ്ങനെ നോർമലൈസ് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ടത് ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മാറാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ശരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. വേറൊരു കാരണം എന്ന് പറയുന്നത് ആൾക്കാർക്ക് നമ്മളിപ്പോൾ പൊതുവേ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡോപ്പമീൻ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം കിട്ടിയത് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക. അതിന് അർത്ഥവും വേണ്ട, അതിൻ്റെ ഒരു മെസ്സേജും വേണ്ട, ഒന്നും വേണ്ട, ചുമ്മാ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ കിട്ടിയാൽ മതി. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ആനിമ കിട്ടിയാലും മൂവി കിട്ടിയാലും വലിയ കാര്യമില്ല. അതിലവർക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ടുള്ളത് മൂവിയാണ്. കാരണം നമ്മളെ പോലെ തന്നെയുള്ളൊരു റിയൽ ലൈഫ് ഒരു ഇമേജ്, നമുക്കൊരു ഫേസ് കാണാൻ പറ്റും എന്നുള്ളൊരു കാരണം കൊണ്ടും ഇനി ഒത്തിരി ഡീപ്പായിട്ട് സ്റ്റോറീസ് അല്ലെങ്കിൽ മീനിങ്സ് സെർച്ച് ചെയ്യാൻ പോവാത്തവർക്ക് മൂവീസ് ആയിരിക്കും കുറച്ചുകൂടെയും പ്രിഫറബിൾ. അത് പൊതുവേ നമ്മുടെ സൊസൈറ്റി കുറച്ചുകൂടി സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലായി പോയതുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ അങ്ങനെ ആക്കിയെടുത്തതും അതിനൊരു കാരണമാണ്. അതൊക്കെ സൈക്കോളജിയൊക്കെ പറയുമ്പോൾ കഴിഞ്ഞാൽ ഒത്തിരി സൈക്കോളജി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് നിങ്ങൾക്കും കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി മീനിങ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സാധനത്തിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ആനിമയാണ് എന്തുകൊണ്ടും ഇപ്പോഴത്തെ മൂവീസിനെക്കാളും ബെറ്റർ. പഴയ മൂവീസ് അല്ല, ശരിക്കും പണ്ടത്തെ മൂവീസൊക്കെ അതിൽ വേറൊരു ലെവൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മൂവീസിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇനിയും പറയുവാണ് ആനിമെ ചൈൽഡിഷ് ആണ് അല്ലെങ്കിൽ അതിൻ്റെത്തെ സംഭവങ്ങളെല്ലാം വളരെ ചൈൽഡിഷ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു വലിയ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാതാപിതാക്കൾ പിള്ളേരെ കൊല്ലുന്നു, പിള്ളേർ മാതാപിതാക്കളെ കൊല്ലുന്നു, കുഞ്ഞ് 5 8ലും 5ലൊക്കെ പഠിക്കുന്ന പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തുന്നു, കൊല്ലുന്നു. കാരണം ഇതിനൊരു വലിയൊരു ഒരു ഭയങ്കര ഒരു വൃത്തികെട്ട രീതിയിൽ നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാ. അതിന് ഒരു പരിധി വരെ അതിനൊരു കാരണം നമ്മുടെ ഇപ്പോഴത്തെ മൂവീസും സീരീസുകളും ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ മൂവീസിൻ്റെ അകത്താണെങ്കിലും സീരീസുകളുടെ അകത്താണെങ്കിലും വയലൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇടി, തൊഴി, കൊലപാതകം, ഡ്രഗ്സ്, ഇങ്ങനെ ഏഹ്, അത് ക്രൈമൊക്കെ ശരിക്കും നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിയ സംഭവമായിട്ട് കാണിക്കുന്ന മൂവീസ് ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട്. ഇതിപ്പം ഒരു വിവരമുള്ള ഇച്ചിരി പ്രായമായിട്ടുള്ളൊരു പുള്ളിയാണെങ്കിൽ അത്യാവശ്യം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന് മനസ്സിലാവും ഇതൊരു മൂവിയാണ്. ഇത് റിയൽ ലൈഫ് അല്ല. അത് അവനെ അത്ര കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഇത് പിള്ളേര് കാണുമ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സ് വളരെ പ്രായം കുറഞ്ഞ പിള്ളേർ 5ലും 6ലും 7ലൊക്കെ പഠിക്കുന്ന പിള്ളേര് കാണുമ്പോൾ ഇവരുടെ മനസ്സ് അവർക്കത് തിരിച്ചറിയാനുള്ള ബോധമായിട്ടില്ല. അപ്പോൾ അവരത് കാണുമ്പോൾ
അവരുടെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരിതൊക്കെ നോർമലൈസ് ഇതൊക്കെ ഒരു നോർമലാണ് അല്ലെങ്കിൽ നോർമലൈസ് ആയി പോകുന്ന ഒരു സംഭവം വരുന്നുണ്ട്. മൂവീസും സീരീസും അതിന് വലിയൊരു ഭാഗം തന്നെ എൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട്. ഇതൊന്നും കൊള്ളില്ല എന്നല്ല. കാരണം എനിക്കും ഇഷ്ടം നമ്മളെ വളരെ വെറൈറ്റി സീൻസ്, ആക്ഷൻ സീൻസ് ഇങ്ങനെ മാസ് ഇടിച്ച് തൊഴിയുന്നത് കാണാൻ എനിക്കൊരു ഇഷ്ടാ. പക്ഷേ ചിന്തിക്കാത്തവർക്കും അല്ലെങ്കിൽ ഒത്തിരി ചിന്തിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്കൊക്കെ അതൊരു അതൊരു അവരുടെ മൈൻഡ് വേറെ രീതിയിലേക്ക് അത് നോർമലൈസ് ആക്കുന്ന രീതിയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ആനിമയ്ക്കകത്ത് പൊതുവെ വരുന്ന സ്റ്റോറീസ് ആനിമ ഇപ്പൊ എത്ര വയലൻസും എന്തൊക്കെ കാണിച്ചാൽ പോലും അത് പിള്ളേർക്കും വലിയവർക്കും ഒരേപോലെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു വയലൻസ് അത്രയൊരു നമുക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നില്ല. കാരണം റിയൽ ലൈഫിൽ ഒരാൾ ഒരുത്തനെ വെട്ടിക്കൊല്ലുന്ന കാണുന്ന പോലെയല്ല. ഒരു കാർട്ടൂൺ ക്യാരക്ടർ വേറെ കാർട്ടൂൺ ക്യാരക്ടർ കൊല്ലുന്ന പോലെ കാണുന്നത്. കാരണം അത് നമുക്ക് നമ്മുടെ ആ ഒരു റിലേഷൻ നമ്മുടെ ഒരു റിയാലിറ്റി പെർസെപ്ഷൻ തന്നെ ഒരു വ്യത്യാസം വരുന്നതുകൊണ്ട് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. നമ്മളത്ര എഫക്റ്റ് ചെയ്യില്ല. നമ്മുടെ മൈൻഡിനെ അത്ര എഫക്റ്റ് ചെയ്യില്ല. പിന്നെയാണെങ്കിൽ പോലും എന്തൊക്കെ വയലൻസ് ആണെങ്കിൽ പോലും ആനിമയ്ക്കകത്ത് കാണിച്ചാൽ പോലും ഒരു നല്ലൊരു മെസ്സേജ് അല്ലെങ്കിൽ സ്റ്റോറി എല്ലാ ആനിമയ്ക്കകത്തും ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദി ആനിമയ്ക്ക് ഉണ്ടാവും. നമ്മുടെ ഹോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ചേസിങ് യുവർ ഡ്രീംസ്, ഫ്രീഡം, ലോയൽറ്റി, ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനത്തെ നല്ല നല്ല മെസ്സേജ് മിക്കവാറും എല്ലാ ആനിമയ്ക്കകത്തും പൊതുവെ ഉണ്ടാകാറുണ്ട്. അതാണ് ആനിമയുടെ ഒരു രീതി. ഒരു 90% ആനിമയ്ക്കകത്ത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇത് ഇച്ചിരി ചൈൽഡിഷ് ആണെങ്കിൽ അല്ലെങ്കിൽ ചൈൽഡിഷ് ആവുന്നത് നമ്മുടെ ഈ കറണ്ട് സൊസൈറ്റിക്ക് അത്ര ഒരു മോശമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് തോന്നുന്നു നമുക്കതൊരു വലിയ അഡ്വാൻറ്റേജ് ആവുമെന്നേ ഞാൻ പേഴ്സണലി പറയുള്ളൂ. അതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പൊ ഞാനിപ്പോ ഇത്രയും പറഞ്ഞത് വേറൊന്നിനുമല്ല. നിങ്ങള് എന്നെപ്പോലെ ഒരു ആനിമെ ഭട്ടനാണോ അല്ലെങ്കിൽ നാളെ തൊട്ട് ആനിമയാണ് ആനിമയാണ് ലോകം ദൈവം എന്ന് പറഞ്ഞ് നടക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങള് എവിടേലും ആരേലും എന്തേലും പറഞ്ഞു അല്ലെങ്കിൽ ഒരാളിങ്ങനെ പറഞ്ഞു, അയാളിങ്ങനെ പറഞ്ഞു, നിങ്ങളെന്തേലും ഒരു ചെറിയ ക്ലിപ്പിംഗ് കണ്ടിട്ട് ആനിമെ അങ്ങ് എഴുതി തള്ളുന്നതിന് മുമ്പ് ജസ്റ്റ് അതിനൊരു ചാൻസ് കൊടുത്ത് നോക്കുക. കാരണം നിങ്ങളിപ്പോൾ എന്ത് ടൈപ്പ് അന്വേഷിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ നിങ്ങള് ഇത്ര വലിയ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ റേസിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്പോർട്സ് ആണ് അല്ലെങ്കിൽ റോം കോം, ലവ് അങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ള ജാൻറയാണ് അന്വേഷിക്കുന്നതെങ്കിൽ പോലും അതെല്ലാം ആനിമയ്ക്കകത്തുണ്ട്. വളരെ അത്രയ്ക്കും വലുതാണ് ആനിമയുടെ പൂൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ആനിമയ്ക്ക് ഒരു ചാൻസ് കൊടുത്ത് നോക്കുക. ജസ്റ്റ് ഒരു 1 2 ആനിമ കണ്ടു നോക്കുക. വർത്ത് ഇറ്റ് ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളോട്.